ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് പാലരുവി, ആര്യങ്കാവാണ് സ്ഥലം. ഇവിടെ വാഹനങ്ങൾ നിരനിരയായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് മുഴുവനും കുളിക്കുവാനും കുളി കാണുവാനും വന്നവരുടെ വാഹനങ്ങളാണ്. ഇവിടം വരെ വാഹനം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്യണം. പിന്നെ നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തേലേ ഉള്ളൂ നമ്മളെ അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് പാസ് എടുക്കണം. പാസ് എടുത്ത ശേഷം നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് കയറിപ്പോകാം. ഒരാൾക്ക് 50 രൂപയാണ്. ഇത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ആര്യങ്കാവാണ് സ്ഥലം. ഞങ്ങൾ KSRTC ബസ്സിനാണ് വന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് പാസ് എടുത്തു കഴിഞ്ഞാൽ KSRTC ബസ്സിനെ അകത്തേക്ക് കയറ്റി വിടും. ഞങ്ങൾ പാസ് എടുത്തിട്ട് ഞങ്ങൾ വന്ന KSRTC ബസ് അകത്തേക്ക് തന്നെ അവർ കയറ്റി വിട്ടു. അപ്പം ഞങ്ങളിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതുകൊണ്ടോ തൊട്ട് ഇങ്ങപ്പുറത്ത് തൊട്ട് ഈ ബസ്സിനോട് ചേർന്ന് കിടക്കുന്നത് കണ്ടോ. ഇതേലാണ് നമ്മളെ, അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ വരുന്ന വാഹനത്തെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതേലാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ. പാലരുവി ഇക്കോ ടൂറിസം, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ്. ഇവിടെ കണ്ടോ നല്ല മനോഹരമായ മണ്ഡപങ്ങളൊക്കെ പണിത്, ഇരിപ്പിടങ്ങളെ ഇതെല്ലാം പണിത് നല്ല സുന്ദരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുവിധം നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന്. ആ കോസ്കസിൻ്റെ മേളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ അവർ പൈപ്പിൽ കൂടെ ചാടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതുണ്ട് മേലോട്ട് നടന്നു പോകുന്നതോടെല്ലാം കല്ലെല്ലാം പാകി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ാണ് പക്ഷെ എപ്പോഴും കരികളെ വീണുകൊണ്ടിരിക്കുക. അവിടെ ജീവനക്കാരുണ്ട്, അവരെപ്പോഴും ഇങ്ങനെ വീഴുന്ന കരികളെ എല്ലാം ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ട് ഈ മഞ്ഞ മുള പോലെ കിടക്കുന്നത് അത് ഇരുമ്പിന്റെ കമ്പിയെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം പറിച്ച് എല്ലാം അവിടെ ഇട്ടിരിക്കുകയാണ്. അവിടെ എല്ലാം നല്ല എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതുണ്ട്. എപ്പോഴും ഉണ്ട് അവരിങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കുന്നത്. ഇവന്മാരുടെ വലിയ ശല്യം കേട്ടോ ഇവിടെ. കുരങ്ങന്മാർ ഒരു രക്ഷയില്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഫോണ്, ക്യാമറ, പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. വളരെ സൂക്ഷിച്ചേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഈ റോഡിലും മരത്തേലും എല്ലാ ഇവന്മാരാണ്. ഒരു കുടുംബസമേതം വന്നിരിക്കും. ഒത്തിരി എണ്ണമുണ്ട്. ഇത് കണ്ടോ, ഫാമിലി ബാത്തിങ് ഏരിയ. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടെങ്കിലും അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. അവിടെയെല്ലാം ഒരുപാട് കുരങ്ങന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതിൽ കുളിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ, നമ്മളവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടെല്ലാം ഇവന്മാർ എടുത്തുകൊണ്ട് പോകും, കുരങ്ങന്മാർ. ഇതുകൊണ്ടോ ലേഡീസൊക്കെ അപ്പുറത്ത് അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് മാറാനും അത് എല്ലാം ഉള്ള സൗകര്യം എല്ലാം മുകളിലുണ്ട്. പക്ഷേ ഡ്രസ്സൊന്നും നമ്മൾ പുറത്തേക്കെങ്ങും തൂക്കിടാൻ പറ്റത്തില്ല. ഈ കുരങ്ങന്മാർ അന്നേരം അതെല്ലാം എടുത്തുകൊണ്ട് പോകും. ആ മോളിൽ കാണുന്ന ഡ്രസ്സിങ് റൂമാണത്. ഇവിടെ എന്തോ ഒരു ചീവീട് കരയുന്ന ഭയങ്കര ശബ്ദം എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. കൂടുതലും ഇവിടെ തമിഴ്നാട്ടുകാരാണ്, മലയാളികൾ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ അതുകൊണ്ട് ഫാൾസ്, നമുക്ക് വാട്ടർ ഫാൾസ് ഇപ്പം അങ്ങനെ കാണാം. അവിടെ ഇവിടം സ്ത്രീകൾക്കും കുട്ടികൾക്കും കുളിക്കാനായിട്ടുള്ള ഏരിയ ആണ് ഇങ്ങനെ ഭാഗം. പക്ഷെ അവിടെയെങ്ങും ആരുമില്ല. എല്ലാവർക്കും പേടിയായിരിക്കും കുരങ്ങന്മാരെ കൊണ്ട്. നമ്മൾ മേലോട്ട് നടക്കണം, താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ കുറേ കറങ്ങി വേണം അങ്ങ് ചെല്ലാൻ വേണ്ടി. കണ്ടങ്ങ് ആ ദൂരെ കാണുന്ന വാട്ടർ ഫാൾസിൻ്റെ അടുത്താണ് നമുക്ക് ചെല്ലേണ്ടത്. നല്ല ശബ്ദം, അതിങ്ങനെ വെള്ളം ചാടുന്നതിൻ്റെ ഒച്ച ഇവിടുന്നേ കേൾക്കാം ഭയങ്കരമായിട്ട്. ഫോറസ്റ്റാണ്. നല്ല നമ്മൾ AC ക്കകത്ത് ഇരിക്കുന്ന പോലെയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. എന്തൊക്കെയോ പക്ഷികളുടെ കൂച്ചയൊക്കെ കേൾക്കാം. പിന്നെ ഈ സൈഡിൽ മുഴുവൻ കുരങ്ങന്മാരാണ്. നമ്മുടെ കൈ ഇരിക്കുന്ന ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചോണം. ഇത് ഇവിടുത്തെ ജീവനക്കാരിയോട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഒരുപാട് ഉരുളൻ കല്ലുകൾ, ഉരുളൻ കല്ലെന്ന് പറഞ്ഞാൽ ഒരു ലോറിയിൽ ഒരെണ്ണം കയറുന്ന ടൈപ്പ് വലിയ കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം 92-ലെ ഉരുൾപൊട്ടലിൽ വന്ന് വീണതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് ഇതുകൊണ്ട് ആ കിടക്കുന്ന മുഴുവൻ അങ്ങനെ വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയ കല്ലൊക്കെ ഇവിടെ ഉരുണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും. ഇത് കണ്ടോ കിടക്കുന്നത് കണ്ടില്ലേ. നല്ല നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നല്ല അന്തരീക്ഷം, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയും എല്ലാം കൂടെ ഭയങ്കര രസമാണ് അവിടെ. നോക്കി വലിയ കല്ലുകൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഉരുണ്ട് വന്നതെന്നാണ് പറഞ്ഞത്.
നമുക്ക് അത് കേട്ടിട്ട് അതിശയം തോന്നും. ഇവിടുന്ന് ഇങ്ങനെ ഈ സ്റ്റെപ്പുകളെല്ലാം കയറി നമ്മൾ അങ്ങ് ചെല്ലണം. കുറേ സ്റ്റെപ്പ് കയറി കഴിയുമ്പം കുറേ താഴോട്ട് ഇറങ്ങാൻ കാണും. വീണ്ടും നമ്മളിങ്ങനെ കയറുക, അങ്ങനെ കയറി വേണം ചെല്ലാനായിട്ട്. ഇതിൽ കുറച്ച് പേര് നമ്മുടെ കൂടെ വന്നവരും ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ വന്നവരാണ് കൂടുതൽ. അവരുടെ വണ്ടി ആ പാർക്കിംഗ് ഏരിയ കിടക്കുന്ന മുഴുവൻ. അവർ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ട് ആ തേക്കിൻ്റെ ചോട്ടിലെല്ലാം മരത്തിൻ്റെ ചോട്ടിലെല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഏതാണ്ട് വാട്ടർഫാൾസിൻ്റെ അടുത്ത് വന്ന് കണ്ടോ, എല്ലാവരും അവിടെ നിന്ന് കുളിക്കുന്നതാണ്. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ വരുന്നത് ഈ ഔഷധമൂല്യമുള്ള സസ്യങ്ങളൊക്കെ ആണല്ലോ, അതിൻ്റെ ഇലകളെയും ഒക്കെ തഴുകിയാണല്ലോ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളെല്ലാം മാറുമെന്നാണ് പറയുന്നത്. ഒരുപാട് പേരൊന്ന് കുളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവരാരും അവിടെ കുളിക്കുന്നില്ല. അവിടെ ഒരു ആൾക്കാരിങ്ങനെ നിന്ന് കുളിക്കുക. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് ആ വെള്ളം വരുന്ന ഏതാണ്ട് 100 മീറ്റർ പൊക്കത്തിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. ഈ കാഴ്ച നമ്മൾ കുറേ ദൂരെ നിന്ന് നോക്കുമ്പോൾ പാല് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് പാലരുവി എന്നുള്ള പേര് ഇങ്ങനെ വന്നത്. കുറേ കുട്ടികൾ അവിടെ കിടന്ന് ബഹളം വെച്ച് കുളിക്കുന്നുണ്ട്. ഇവിടെ ഇതുവരെ ഒരു വേനൽ മഴ പെയ്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു സംശയമായിരുന്നു ഇവിടെ വെള്ളം കാണുമോ എന്ന്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട്, ഒരു കുഴപ്പമില്ല. വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ചെതറി അങ്ങോട്ട് വരും. നമ്മൾ ഈ നിൽക്കുന്ന ഇവിടെ എല്ലാം ഇങ്ങനെ സ്പ്രേ ചെയ്ത പോലെ ഇങ്ങനെ ചെതറിക്കൊണ്ടിരിക്കും. ഭയങ്കര ഭംഗിയാണ്. കുറേ പേരൊക്കെ അതിൻ്റെ അകത്ത് എല്ലാം നീന്തി തുടിച്ച് നടക്കുന്നുണ്ട്. കൂടുതൽ പേരും കുളി കാണുവാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കണ്ടു, ഈ കല്ലെല്ലാം ഉരുൾപൊട്ടലിൽ വന്നോ കേട്ടോ. അതുകൊണ്ട് ഈ ഇത് കണ്ടോ കിടക്കുന്ന കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ ഇതെല്ലാം. ഇനിയിപ്പം ഇവിടെ നല്ല തിരക്കാവും, കാരണം സ്കൂളൊക്കെ അടച്ചല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇനി ഇങ്ങോട്ട് വരും. പിന്നെ വെള്ളം ഇപ്പം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആള് കുറച്ച് കുറവുണ്ട്. 2 മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കായിരിക്കും. അന്നേരത്തേക്ക് നല്ല തിരക്കാവും ഇവിടെ. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനിയിപ്പം അടുത്തൊരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് തിരികെ പോവുകയാണ്.